ഒരു കോട്ടോട് കൂടി തുടങ്ങാം. കോട്ടെന്ന് പറഞ്ഞാൽ മറ്റേ കോട്ടല്ല കേട്ടോ, കോട്ട്. പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കാലാതീതമായി നിൽക്കുന്ന വാക്കുകളെയാണ് നമ്മൾ കോട്ട് ചെയ്ത് പറയുന്നത്. ഇത് കുറച്ച് ആൾക്കാരുടെ ഒരു പ്രോജക്റ്റ് ആണ്. മിഷൻ 2047 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ടാർഗറ്റാണ്. 2047 രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ഒരു പുറപ്പാട്. ആ പ്രൊജക്റ്റിൽ അവര് എഴുതി വെച്ചിരുന്നതാണ്, തൽക്കാലത്തേക്ക് 2047 നമുക്ക് ഈ ഭാരതം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ദളിതർ, പിന്നാക്ക ഹിന്ദുക്കൾ, അംബേദ്കറൈറ്റുകൾ, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ ഇവരെയൊക്കെ കൂടെ നിർത്തണം, തൽക്കാലത്തേക്ക് മാത്രം. ഇതിലൊരു പേരാണ് അംബേദ്കറൈറ്റ്. ദ പീപ്പിൾസ് ഹു ഫോളോസ് അംബേദ്കർ എന്ന് പറയുന്നില്ല, അവർ അംബേദ്കറെ ആരാധിക്കുന്ന വ്യക്തികൾ, അംബേദ്കറെ മാതൃകയാക്കി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇവരെയും തൽക്കാലം കൂടെ നിർത്തണം. കൂടെ നിർത്താൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ. മഹാനായ ഡോക്ടർ അംബേദ്കറെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള വെക്കേഷൻ പീരീഡിലാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു പുസ്തകം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ബുക്കുകൾ ഇരിപ്പുണ്ട്. അതില് ഈ അംബേദ്കറുടെ ജീവചരിത്രം വലിയൊരു ബുക്ക്. അത് പഴയ ഒരു പ്രിന്റ് ആണ്. അതിൽ അംബേദ്കറിന് അമ്പവടേക്കർ എന്നുള്ള അങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വെച്ചാൽ പഴയ മലയാളം, നല്ല പഴക്കമുള്ള ഒരു പുസ്തകമാണ്. ആ ഒരു വെക്കേഷൻ മുഴുവൻ ഞാൻ പല പല ഘട്ടങ്ങളായിട്ട് വായിച്ച് ഞാൻ തീർത്തിട്ടുണ്ട്. ഭാഗങ്ങളൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇപ്പോഴും. ഇനി അതൊന്നുകൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കണം, ഒരുപാട് കാലമായി. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കുമോ എന്നുള്ളത് എനിക്ക് അന്ന് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യമാണ്. പിന്നെ പല പല ബുക്കുകൾ പല പല കാലഘട്ടങ്ങളിലായി കിട്ടുന്നു. അംബേദ്കറുടേതാണ് ഇന്ന പുസ്തകം എന്ന് പറയുമ്പോൾ അത് വായിക്കുന്നു. അംബേദ്കറുടെ പല പല പ്രസംഗങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ അതിൽ വന്നിട്ട് ഇന്ന ബുക്കിൽ അംബേദ്കർ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കോട്ട് അംബേദ്കറുടെ ഏത് ബുക്കിലാണെന്നൊക്കെ ചോദിച്ചതെന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ രചനകളൊക്കെ വായിച്ചിട്ട്. അന്ന് ആ രചനകൾ വായിക്കുകയും പിന്നീട് എനിക്ക് സ്വയമേ ഉണ്ടായ ഒരു ചിന്തയിലൂടെയാണ് എനിക്ക് ഒരു വലിയ മാറ്റം എനിക്കുണ്ടായത്. എനിക്കൊരു നല്ലൊരു വെളിച്ചം കിട്ടിയത്, അത് ഒരു തിരിച്ചറിവ് കിട്ടിയത് എന്നൊരു വലിയ സത്യമാണ്. അത് ഒത്തിരി പാടുള്ള കേസാണ് കേട്ടോ ആ ഒരു ട്രാൻസിഷൻ. നമ്മളെ കൊണ്ട് ഇതൊക്കെ വായിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സവർണൻ അവർണൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കാനും, സവർണർ ചെയ്ത ക്രൂരതകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കാനും, അംബേദ്കർ അതിൽ നിന്നും നമുക്ക് എങ്ങനെ മോചനം നൽകി എന്നതിനെ പറ്റി അറിഞ്ഞിരിക്കാനും, പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം സവർണരോട് അത്ര വലിയ സ്നേഹമൊന്നും വേണ്ട എന്ന് നമുക്കൊരു ധാരണ വേണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇതുണ്ടായിരിക്കാനും വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ഈ അപ്പർ ക്ലാസ്സിലുള്ള സവർണ വിഭാഗത്തിലുള്ള ചില ആൾക്കാരെങ്കിലും അംബേദ്കറെ ഒട്ടും വായിക്കാറുമില്ല. കാര്യം അവരുടെ കാഴ്ചപ്പാടിൽ അംബേദ്കർ എന്നതൊരു സവർണ വിരുദ്ധനും അവർണ അനുഭാവിയുമായിട്ടുള്ള ഒരാളാണ്. അവർണരും കരുതുന്നു അംബേദ്കർ ഒരു അവർണ അനുഭാവിയും സവർണ വിരുദ്ധനുമാണ്, സവർണരുടെ ഉന്മൂലനം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരാളാണ് എന്നതാണ്. നെവർ, അങ്ങനെയുള്ള ഒരാളല്ല അംബേദ്കർ. അംബേദ്കറുടെ ഫോട്ടോ വീടുകളിൽ വെച്ചിരിക്കുന്ന, അംബേദ്കറെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, അംബേദ്കറെ അങ്ങേയധികം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അത് ഏകദേശം 140 കോടി ജനങ്ങളും തന്നെയാണ്. അതിൽ ചിലർ വിചാരിക്കുന്നത് അത് കുറച്ച് ദളിതർ മാത്രമാണല്ല, അതൊരിക്കലുമല്ല. ഈ രാജ്യത്തിലുള്ള മുഴുവൻ പേരും. നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് രാജ്യദ്രോഹികൾ അദ്ദേഹത്തിന്റെ ചിത്രം മിസ്യൂസ് ചെയ്യുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും ഉപരിയാണ്. ആസാദി മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ അംബേദ്കറുടെ ചിത്രം കയ്യിൽ വെക്കുന്നു. ആ മഹാരഥന്റെ ലോകാവസാനം വരെ നിലനിൽക്കാവുന്ന സൃഷ്ടിയായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ വെക്കുന്നു. അവർ ആസാദി മുദ്രാവാക്യം വിളിക്കുകയാണ്. ആസാദി, ഒരു ജനതയെ കൂട്ടക്കൊല ചെയ്ത, വംശഹത്യ ചെയ്ത, ഒരു ജനതയെ ഒരു പ്രദേശത്ത് നിന്ന് മുഴുവൻ ഓടിച്ചു വിട്ട അതിക്രൂരമായിട്ടുള്ള ഒരു ചരിത്രം പറയുന്ന ആസാദ് കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ആസാദി മുദ്രാവാക്യം. അതിന് പല പേരുകളിട്ട് അതിലെ ചില കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കി ഒക്കെ അവർ ആ സ്ലോഗൻ വേറെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നു അവരുടെ ഡിഫൻസിന് വേണ്ടിയിട്ട്. എന്നിരുന്നാലും ഈ സ്ലോഗൻ വിളിച്ച കനയ്യകുമാർ പോലും, JNU ക്യാമ്പസിലെ പല വിദ്യാർത്ഥികളും, ഇടതുപക്ഷ വിദ്യാർത്ഥികൾ പോലും ഭാരതത്തെ കഷ്ണം കഷ്ണം ആക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ച ആൾക്കാരാണ്. ഭാരത് തേരെ തുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചവന്മാരും ഇതേ അംബേദ്കറുടെ ചിത്രം കയ്യിൽ വെക്കുന്നു. അദ്ദേഹം ഭാരതത്തെ കഷ്ണം കഷ്ണമാക്കണമെന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു. ഗാന്ധിയുടെ ഫോട്ടോ ഇതുപോലെ ആരും മിസ്യൂസ് ചെയ്യാറില്ല. ഈ രാജ്യത്തിനെ ഇന്ന് കാണുന്ന അഖണ്ഡതയിലേക്ക് ഉയർത്തിയ, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ ഇത്രയും ശക്തമാക്കി നിശ്ചയിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിത്രവും ആരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. തീവ്രപരമായി ബ്രിട്ടീഷുകാരെ എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടിറങ്ങിയ ലാൽ പാൽ ബാൽ അവരുടെ ചിത്രങ്ങളും ആരും ദുരുപയോഗം ചെയ്യാറില്ല. ഈവൻ ദോ ഭഗത് സിംഗിന്റെ ചിത്രവും ആരും ഇതുപോലെ ഉപയോഗിക്കാറില്ല. ബട്ട് അംബേദ്കർ, വൺ ആൻഡ് ഓൺലി അംബേദ്കർ, ആ ചിത്രം വളരെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഈ അടുത്ത പാറ്റ സമരത്തിൽ അത് വളരെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു. അടിച്ച് തകർക്കുന്നു, പോലീസുകാർക്ക് നേരെ പെപ്പർ സ്പ്രേ അടിക്കുന്നു,
രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്നു, വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. ഹീനവും വൃത്തികെട്ടതും നമുക്ക് മറ്റൊരാളോട് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ അവഹേളിക്കുന്നു, അച്ഛനെ അവഹേളിക്കുന്നു, അവരെ സ്ത്രീവേഷം കെട്ടിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അറപ്പുള്ള എന്തോരം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. ആൻഡ് ദേ ആർ യൂസിങ് ഫോട്ടോ ഓഫ് അംബേദ്കർ. അല്ലെങ്കിൽ അംബേദ്കറുടെ ചിത്രം വെച്ച് ഈ സമരത്തിലിരുന്ന ഒരാളും അവരെ ആരെയും തള്ളി പറയുന്നുമില്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലാന്നും വടക്കിഴക്ക് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് മുറിച്ചെടുക്കണമെന്ന് പറഞ്ഞ ഉമർ ഖാലിദും ഷർജിൽ ഇമാമിനെയും പിന്താങ്ങുന്നവരും ഡോക്ടർ അംബേദ്കറുടെ ചിത്രം ഉപയോഗിക്കുന്നു. അംബേദ്കർ അതിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് ഈ ഭരണഘടന ഉണ്ടാക്കിയത്? ഈ രാജ്യം ചലിക്കുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് തന്നെ ഇവർ ഒരു നരേഷൻ സൃഷ്ടിച്ചെടുത്തു. എങ്ങനെ? എല്ലാവരുടെ ഉള്ളിലേക്കും ഒരു ചിത്രം നൽകി BJP എന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ്. ആൻഡ് ഹിന്ദുസ് ആർ ഓൾവേസ് ബിലീവിംഗ് ഓൺ മനുസ്മൃതി. ഇവർ തന്നെ സ്വയം പറയുന്ന കാര്യമാണ്. ഇവിടെ BJPക്കാരോ RSSകാരോ ആരും ഒന്നും പറയുന്നില്ല. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദുയിസത്തിലെ പഴയ മോശം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട്, അതിലെ ജാതീയതയെ പറ്റി വീണ്ടും വീണ്ടും സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ പേർ അതിനെ എതിർത്ത് സംസാരിക്കും. മിക്കപ്പോഴും എതിർക്കുന്ന ആൾക്കാർ തിരികെ പറയുന്നത് ഹിന്ദുവിൽ മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കുഴപ്പമില്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കും. അപ്പോൾ ഈ BJPയെ എതിർത്ത ആൾക്കാർ, ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഹിന്ദു മതത്തിലെ ജാതീയത, മറ്റ് പ്രശ്നങ്ങൾ, അത് ഇതൊക്കെ പറഞ്ഞ ആൾക്കാരങ്ങ് മാറും. പകരം അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരും. നീ എന്താണ് നമ്മുടെ മതത്തെ പറ്റി പറഞ്ഞത്? അപ്പൊ ഹിന്ദുക്കളാകപ്പെട്ടു. അവർ പറയാം, അല്ല നിങ്ങളെ അല്ല, അവര് ഞങ്ങളെ പറഞ്ഞപ്പോ നിങ്ങളെ പറയാത്തത് എന്താ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ആകെ കുളമാകും. അത് പറഞ്ഞൊപ്പിക്കാൻ പറ്റത്തില്ല. അത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ നിങ്ങളുടെ മതത്തിലെ മോശങ്ങൾ പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അവരെ പറഞ്ഞാൽ മതി, ഞങ്ങളെ മേത്ത് കയറാൻ വരണ്ടാന്ന് അവര് പറയും. അങ്ങനെ BJPക്കാർ ഇസ്ലാം വിരുദ്ധരും ക്രിസ്തു വിരുദ്ധരുമായി. പിന്നെ സ്വാഭാവികമായിട്ടും വന്ന് തോണ്ടുക, അടിമേടിക്കുക, അത് അവരുടെ ഒരു കലാപരിപാടി. ഉദാഹരണത്തിന് ഗോദ്ര വർഗീയ കലാപം, ട്രെയിൻ കത്തിച്ച് രാമഭക്തരെ കൊന്നു. അവിടെയുള്ള ആൾക്കാരെ ശിക്ഷിച്ചിട്ട് പോലും ഇന്നും പല ഇന്റർവ്യൂവിലും ഇരുന്നുകൊണ്ട് ചിലവന്മാര് അഡ്വക്കേറ്റ് ജയശങ്കറിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, അത് BJP ഉണ്ടാക്കിയതല്ലേ, അത് ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയതല്ലേ, മനഃപൂർവ്വം അവർക്ക് അടിക്കാൻ വേണ്ടി. ഇന്ന് വരെ പാകിസ്ഥാൻ ഈ രാജ്യത്ത് നടത്തിയ ഒരു ഒറ്റ തീവ്രവാദ ആക്രമണവും ഇവിടെ ഉള്ള ഒരു നാറികളും സമ്മതിച്ചിട്ടില്ല അത് പാകിസ്ഥാൻ ചെയ്താണെന്ന്. അങ്ങനെയുള്ള നാറികള് ഇനി ഈ ഗോദ്ര വർഗീയ കലാപം മറ്റോമാര് ചെയ്താണെന്ന് സമ്മതിക്കോ? ഇല്ല. അങ്ങനെ വിശ്വസിക്കുന്ന മാലേഗാവ് സ്ഫോടനം, RVS മണി സാർ പറഞ്ഞതുപോലെ മുംബൈ ഭീകരാക്രമണം കോൺഗ്രസും പാകിസ്ഥാന്റെ ചാരസംഘടന ISIയും ചേർന്ന് നടത്തിയാണെന്ന് പുള്ളി പറഞ്ഞിട്ട് ഇവിടെ ചർച്ചയ്ക്ക് പോലും അത് എടുത്തിട്ടില്ല ഒരു ചാനലുകാരും. ആ ഇന്റർവ്യൂ അങ്ങനെ തന്നെ അപ്പാടെ മൂടിപ്പോയി. CJP സമരം കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടായി, അതിനെ അങ്ങ് മൂടി അവർ കവർ ചെയ്തു. അപ്പോൾ അതിലൂടെ ഈരവാദം സൃഷ്ടിക്കുക. അപ്പോൾ തിരിച്ചു പറയുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആൾക്കാരെ അവർ വിലക്കെടുക്കുന്നു. ആ ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മുടെ മതത്തിനെ 24 മണിക്കൂറും വിമർശിക്കുന്നു. അതിനുള്ളിൽ മോശപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരു മതവും ഒരു ചരിത്രവും ഇല്ല എന്ന് നമ്മൾ ഉൾക്കൊണ്ട് ആ ധൈര്യം നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള കീടങ്ങൾ രാമായണത്തെയും മഹാഭാരതത്തെയും നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തെയും ചരിത്രത്തെയും പറ്റിയൊക്കെ മോശമായി പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വിഷമം വരും. അത് വരരുത്. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളണം. കൂടെ ഒന്നുകൂടെ ഉൾക്കൊണ്ടാൽ മതി. മറ്റന്മാര് ഗണിക്കുമ്പോൾ നിങ്ങളാരും ഗണിക്കൊന്നും വേണ്ട. നിന്റെയൊക്കെ ചരിത്രം ഞങ്ങൾക്ക് അറിയാവുന്ന തന്നെ. നിന്റെയൊക്കെ ദൈവത്തിന്റെ ചരിത്രം ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ വന്ന ചരിത്രവും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കിണി വേണ്ട. അങ്ങനെയും കൂടെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആയി. പക്ഷേ ഈ എതിർത്ത് സംസാരിക്കാനും തിരിച്ചു പറയാനും അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ഇവർ മുന്നിൽ വെക്കുന്ന ഫോട്ടോയാണ് ഡോക്ടർ BR അംബേദ്കർ. അവർക്ക് അംബേദ്കർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മൾ എതിർക്കുന്നത്. മിസ്യൂസിങ്. എനിക്ക് വേണമെങ്കിൽ അംബേദ്കറുടെ ചിത്രം വെക്കാം, എനിക്കിഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഓരോ വാക്കുകൾക്കും അദ്ദേഹം റെസ്പോൺസിബിൾ ആയിരിക്കും ഇല്ലേ? അതിന് ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തെ അവരൊക്കെ നടന്ന വഴികൾ ഒരിക്കലും നമുക്ക് ഒന്നുകൂടെ നടക്കാൻ പറ്റിയ വഴികളുമല്ല. അതിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി വളരെ കുറവാണ്. പക്ഷെ അവരുടെ വാക്കുകൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ട്. അപ്പൊ പലരും ചിന്തിക്കും, ജാതി, അംബേദ്കർ ജാതിക്കെതിരെ പോരാടി. അംബേദ്കർ ജാതിക്കെതിരെ പോരാടി. എന്തുകൊണ്ട് പോരാടി? അത് സമൂഹത്തില് സാഹോദര്യത്തിനെതിരാണ്, സ്വാതന്ത്ര്യത്തിനെതിരാണ്, സമത്വത്തിനെതിരാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ജാതിക്കെതിരെ പോരാടിയത്. അപ്പോൾ അംബേദ്കർ എന്തിനു വേണ്ടിയിട്ടാണ് പോരാടിയത്? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അല്ലാതെ സവർണനെതിരെയോ അവർണൻ അനുകൂലമായിട്ടോ അല്ല. അവർണന്മാരിൽ അല്ലെങ്കിൽ ഈ പിന്നോക്ക നമ്മുടെ സമുദായത്തിൽ തന്നെ എന്തോരം പ്രശ്നങ്ങളുണ്ട്. എന്റെ കൂട്ടുകാരനുണ്ട്, അവൻ കുറവൻ കമ്മ്യൂണിറ്റിയിലുള്ളത്. അവനെയും കൊണ്ട് അവനൊരു പെണ്ണിനെ പ്രേമിക്കുന്ന വെച്ചാൽ ഇവൻ +2 പഠിക്കുമ്പോൾ ആ പെണ്ണ് 10ാം ക്ലാസ്സിലാണ്. എങ്ങനെയെങ്കിലും വല്ലച്ചാതി പെണ്ണിന് 18 ആയപ്പോൾ തന്നെ അവന് കെട്ടണം. ഇവനെയും കൊണ്ട് ആലോചിക്കാൻ പോയത് ആ പെൺകുട്ടി വേറെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്.
അവിടെ ചെന്നപ്പോഴേ അവര് പറയണേ, കണ്ട കുറവന്മാർക്കൊന്നും എന്റെ കൊച്ചിനെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ തകർന്നു പോയി. ഞാൻ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് ഈ പിള്ളേരുടെ അടുത്തൊക്കെ നടക്കുന്നത്, യവന്മാരുടെ അടുത്ത് നിന്നൊക്കെ എന്തെല്ലാം സംസാരിച്ചിട്ട് ആ രീതിയിലാണ് അവരും ചിന്തിച്ചിരിക്കുന്നത്. ഇവരുടെ വിചാരം എന്താ പറയുക, അവർണർ എല്ലാവരും ഒന്നാണ്, സവർണർ വേറെയാണ്, നമുക്ക് അമ്മമാരെ അടിച്ചമർത്താന്ന്. ഇതിന്റെ ഇടയിൽ ഇത്രയും കുരുപ്പുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവന്മാരോട് നമ്മളത് പറയണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ അതിനെപ്പറ്റി മിണ്ടായിരുന്നത്. പെണ്ണാലോചിച്ച് ചെന്നപ്പോ അവർ പറഞ്ഞ ഡയലോഗാണ്. ചെക്കനെ നമ്മൾ കെട്ടിച്ചേട്ടാ, അത് വേറെ കാര്യം, കുട്ടിയൊന്നും ആയിട്ടില്ല, വളരെ അടുത്താണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ ചെക്കൻ കെട്ടി, ഇപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെയാണല്ലോ. ഇനി ഒരു കുഞ്ഞിക്കാല് കാണുമ്പോൾ ബന്ധുക്കളങ്ങ് ഒന്നാവും. ഇതൊരു ജാതി ഭ്രാന്ത് തലയിലുള്ളതുകൊണ്ട് പറഞ്ഞതൊന്നും ആയിരിക്കത്തില്ല. ഇത്രയും കാലം പോറ്റി വളർത്തിയ മോള് അവര് വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. യവനാണെങ്കിൽ വയറിങ് പണിയാണ്. അപ്പൊ ഇവൻ ചെന്ന് കയറി പെണ്ണ് തരുമെന്നൊക്കെ ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു കാരണം പറയട്ടെ. അങ്ങനെ പറഞ്ഞതായിട്ട് ഞാനതിന് എടുക്കുന്നുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇത് കണ്ടോണ്ടിരുന്ന് ചിരിക്കൊന്നും വേണ്ടട്ടാ, നിന്റെ കടയിലുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ജാതീയത ഹായ് അടിപൊളി അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. കാര്യം നമുക്ക് എല്ലാവർക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ വലിയ കിളി കിടിക്കലേ വലിയ ചിരിയിരിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആൾക്കാരാണ് ആളിലോണം പണയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കാസ്റ്റിസത്തിന്റെ ഒരു ബേസ്. അല്ലാതെ സവർണനും അവർണനും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല. ഇതാണ് അംബേദ്കർ അൺഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞത്. അത് ഒഴിവാക്കണം, അത് തീർക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ അത് തീർക്കാൻ സമ്മതിക്കാതെ കുറെ പേരുണ്ട്. അപ്പോൾ ഈ എതിർത്ത് സംസാരിക്കുമ്പോൾ അംബേദ്കറിനെ എതിർക്കുന്നതായിട്ടും താഴ്ന്ന ജാതിക്കാരെ എതിർക്കുന്നതായിട്ടും ഈ പറയുന്നവർ അപ്പർ ക്ലാസ്റ്റിന് പിന്തുണ നൽകുന്നവരാണെന്നും ഇവനൊക്കെ സവർണ ജാതി മേൽക്കോയ്മയെ അംഗീകരിക്കുന്ന ആൾക്കാരാണെന്നും ഒക്കെ ഇവരങ്ങ് പറഞ്ഞു വരും. ദേ ആർ മിസ്യൂസിങ് അംബേദ്കർജി. എത്ര വലിയ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി. ഇന്നത്തെ സമൂഹത്തിൽ ഇക്വാലിറ്റിക്ക് തടസ്സം നിൽക്കുന്നതാര്, ഫ്രട്ടേണിറ്റിക്ക് തടസ്സം നിൽക്കുന്നതാര്, ലിബർട്ടിക്ക് തടസ്സം നിൽക്കുന്നതാര് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കാൻ. ഈ മതം വ്യക്തി ജീവിതത്തിൽ കയറി ഇടപെടാത്ത ഒരു സാധനമാണ് ഹിന്ദു മതം. മതം വ്യക്തി ജീവിതത്തിൽ ഇടപെടാറില്ല. നേരെ മറിച്ച് മറ്റു മതങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തി ജീവിതത്തിൽ ഇടപെടും. വളരെ അസ്വാതന്ത്ര്യം അതിൽ പലരും അനുഭവിക്കുന്നുണ്ട്. പല കുട്ടികളും ഈ മദ്രസയിൽ പോകുന്ന 3 വയസ്സോട്ടോ 4 വയസ്സോട്ടോ മദ്രസയിൽ പോകുന്ന രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന ഞങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് 6:30 7 മണിക്ക് പാല് മേടിക്കാൻ പോകുമ്പോൾ ഈ കുട്ടികൾ മദ്രസ വിട്ട് വരുന്നതാണ്. ചിലപ്പോൾ പല കുട്ടികൾക്ക് അത് ഒരു ഇറിറ്റേഷൻ ഉള്ള നമ്മുടെ കൂട്ടുകാരന്മാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഞായറാഴ്ച പള്ളിയിൽ പോക്ക്. ഒരുത്തൻ ഞങ്ങളുടെ അമ്പലത്തിൽ വന്നു. ഇവ കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്, ശബരിമലയ്ക്കാ വന്നത്. ഇവ എന്ത് ചെയ്തു? സ്റ്റാറ്റസ് ഇട്ട് അയ്യപ്പന്റെ. പള്ളിയിലെ വികാരി വിളിച്ചു, എന്താ നീ അത് ചെയ്തേക്കുന്നത്? അതെന്റെ കൂട്ടുകാരൻ ഇട്ടതാണ്, അവൻ ശബരിമല പോയി രക്ഷപ്പെട്ടു കളഞ്ഞാന്ന് പറഞ്ഞു. നമ്മള് യേശുക്രിസ്തുവിന്റെ എന്തെങ്കിലും ഒരു വചനം എടുത്ത് സ്റ്റാറ്റസ് ഇട്ടാലോ, അള്ളാഹുവിന്റെയോ എന്തെങ്കിലും ഒരു ഖുറാനിലെ എന്തെങ്കിലും ഒരു യാസീനായിട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാലോ അമ്പല കമ്മിറ്റിയിൽ നിന്നും ആരും വിളിക്കാനൊന്നും പോണില്ല, ഒരു തന്ത്രയും വിളിക്കത്തില്ല. മതം പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാറില്ല, കല്യാണ കാര്യങ്ങളിൽ മതം ഇടപെടാറില്ല. നമ്മൾ സ്വയം പറയുന്നതാണ് എനിക്ക് ഇന്ന ജാതി എന്ന് മതി, ഞാൻ ഇന്ന ജാതി. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നത്. ആകപ്പാടെ മതം അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യക്തി ജീവിതത്തിൽ മതത്തിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വന്തം അമ്മാവന്മാർ ഇടപെട്ടാലേ ഉള്ളൂ. അല്ലാതെ അമ്പലത്തിലെ പോറ്റിയൊന്നും ഇടപെടാറില്ല. പിന്നെ ഈ നായർ സമുദായത്തിന്റെ ഇടയിൽ ചിലപ്പോൾ കരയോഗ ഇടപെടും, SNDP ഇടപെടും. അത് അവരൊരു ബോണ്ടേജ് കണക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആചാരം ഇങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഇടപെടുന്നത്. അല്ലാതെ അതിലും പോറ്റിമാരും അമ്പലത്തിലെ ഉസ്താദൊന്നും അമ്പലത്തിലെ തന്ത്രിമാരൊന്നും ഇടപെടാറില്ല. മറ്റത് അങ്ങനെയല്ല, പള്ളി വികാരി ഇടപെടും, പള്ളിയിലെ ഉസ്താദുമാർ ഇടപെടും. വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അത്രയും ഫ്രീഡമായിട്ട് വേണമെങ്കിൽ അമ്പലത്തിൽ പോവാം, വേണമെങ്കിൽ ജീവിക്കാം, ഇത്രയും ഫ്രീഡമായിട്ട് ഉണ്ട്. അത്രയും ഫ്രീഡമായിട്ടാണ് മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന കാസ്റ്റിസത്തിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന വളരെ വിരളമായിട്ടുള്ള കാര്യങ്ങൾ, 140 കോടി ജനം കിടക്കുന്ന ഈ രാജ്യത്ത് കിട്ടുന്നത് അത്രയും എടുത്ത് ഊതിപ്പെരുക്കി കാണിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഹിന്ദുമതം ഇങ്ങനെയാണ് എന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് നിർത്തുകയും നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തെ അവർ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് മറച്ചു പിടിക്കുകയും ചെയ്തിട്ട് ആ മറ്റു മതങ്ങളിലേക്ക് ഈ ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് ഇവർ വെമ്പൽ കൊള്ളുന്നു. അതിനുവേണ്ടി അവർ എടുത്തു പിടിക്കുന്നത് അംബേദ്കറെ. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, മരിക്കുമ്പോൾ ഹിന്ദുവായി മരിക്കില്ല എന്ന്. അത് ഹിന്ദുക്കൾക്ക് അദ്ദേഹം നൽകിയ വലിയൊരു മറുപടിയാണത്. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മതം മാറും കേട്ടോ എന്നൊരു സന്ദേശം അദ്ദേഹം നൽകിയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിലോട്ടോ ഇസ്ലാം മതത്തിലോട്ടോ പോകാമായിരുന്നു. രണ്ടെണ്ണത്തിനെ കണക്കിന് വിമർശിച്ചിട്ട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിനല്ലാതെ പ്രധാനമായിട്ട് പറഞ്ഞത് ഇറ്റ്സ് ആൻ ഇന്ത്യൻ ഒറിജിൻ റിലീജിയൻ എന്നാണ്. ഇന്ത്യൻ ഒറിജിൻ റിലീജിയൻ, കൂടാതെ അതിൽ ജാതിയില്ല, കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നതാണ്, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത്. ബട്ട് ബേസിക്കലി ഇറ്റ്സ് ആൻ ഇന്ത്യൻ ഒറിജിനൽ, ഭാരതീയനായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന മനുഷ്യൻ. സത്യം. അല്ലെങ്കിൽ വേറെ ഏതെല്ലാം മതത്തിൽ അദ്ദേഹത്തിന് പോകാമായിരുന്നു? പോയില്ല, ബുദ്ധമതത്തിലേക്ക് തന്നെ പോയി.
അതാണ് ഫാക്ട്, അതാണ് അംബേദ്കർ. പക്ഷെ ഇവർ അവിടെയും അംബേദ്കറിനെ എടുത്ത് പിടിക്കും. സമൂഹത്തിനെ ഇതുപോലെ വേർതിരിച്ച് വിഷമൊഴിച്ച് കാണാൻ കുറെ ആൾക്കാർ എപ്പോഴും ഉപയോഗിക്കുന്നത് അംബേദ്കറെ. CJP പ്രൊട്ടസ്റ്റ് ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ പൊതുമുതൽ നശിപ്പിച്ച എല്ലാ പരിപാടികളിലും ഇവർ എടുത്തു പിടിക്കുന്നത് അംബേദ്കറുടെ ചിത്രം. അല്ലെങ്കിൽ അംബേദ്കറുടെ ചിത്രം ഉയർത്തിയവരാരും തന്നെ ഈ പൊതുമുതൽ നശിപ്പിച്ചത് ശരിയായില്ല, തെമ്മാടിത്തരമാണ്, പോക്കൃത്തരമാണ്, പ്രധാനമന്ത്രിയെയും ഭരണാധികാരികളെ ഇങ്ങനെയൊന്നും അവഹേളിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അംബേദ്കർ പറഞ്ഞ പോലെ സാധാരണ സമരങ്ങൾ ചെയ്യുക, പ്രതിഷേധം അറിയിക്കുക എന്നതാണ്. ജനാധിപത്യത്തിൽ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരൂലേ, അവിടെയല്ലേ ജനങ്ങൾ അവരുടെ ആധിപത്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ വർഷാവർഷം ജനങ്ങൾ ആധിപത്യം കാണിക്കുന്ന ഭരണം മുന്നോട്ട് പോകും. അംബേദ്കർ തന്നെ 1949 നവംബർ 25-ന്, അതായത് ഭരണഘടനയുടെ അവസാന കരടും പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ജനാധിപത്യം പേരിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും നിലനിർത്തണമെങ്കിൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങൾ മുറുകെ പിടിക്കണം. വിപ്ലവത്തിന്റെ രക്തരൂക്ഷിതമായ മാർഗങ്ങൾ ഉപേക്ഷിക്കണം. സിവിൽ നിയമലംഘനങ്ങൾ, അസഹകരണം, സത്യാഗ്രഹം തുടങ്ങിയ മാർഗങ്ങൾ ഉപേക്ഷിക്കണം. ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ഇവയ്ക്ക് ന്യായീകരണമില്ല. ഇത്തരം മാർഗങ്ങൾ അരാജകത്വത്തിന്റെ വ്യാകരണമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് പറഞ്ഞത് അംബേദ്കറാണ്. ഇത്രയും അരാജകത്വം ഇവിടെ സൃഷ്ടിച്ചവന്മാരും കയ്യിൽ കൊണ്ട് നടക്കുന്നത് അംബേദ്കറുടെ ചിത്രം. അവർ അംബേദ്കറുടെ ചിത്രം മുന്നിൽ പിടിച്ചുകൊണ്ട് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. ഈ CJP സമരത്തിൽ യഥാർത്ഥ വിദ്യാർത്ഥികൾ എങ്ങനെയാണോ പെട്ടുപോയത്, അതുപോലെ അംബേദ്കറെ ഇഷ്ടപ്പെടുന്ന, ഇവർ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പറ്റം ആൾക്കാരും അംബേദ്കറുടെ ചിത്രവും പിടിച്ച് ഇവരുടെ പിന്നിൽ ഒന്നും അറിയാതെ ഇവർ അണിനിരക്കുന്നു. നമ്മുടെ രാജ്യത്ത് 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കും. അവിടെ നമുക്ക് ആധിപത്യം കാണിക്കാം, അവിടെ നമ്മൾ വോട്ട് ചെയ്യും. അങ്ങനെ ജനാധിപത്യപരമായിട്ടൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സർക്കാരാണ് അധികാരത്തിൽ വന്നു എന്ന് കരുതി അവരെ അരാജകത്വത്തിലൂടെയും അക്രമത്തിലൂടെയൊക്കെ തള്ളിയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറുഭാഗവും ശക്തമായി ചിലപ്പോൾ റിയാക്ട് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾ ഭരണഘടനാ ലംഘനം, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒമർ ഖാലിദൊക്കെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ്. രാജ്യത്തിന്റെ സൈന്യത്തെ അവഹേളിക്കുക, പ്രധാനമന്ത്രിയെ ഇത്തരം വെറും അങ്ങ് നാണം കെട്ട രീതിയിലൊക്കെ അപമാനിക്കുക, രാജ്യത്തിന്റെ ഭരണകൂടത്തെ അപമാനിക്കുക, ഇതൊന്നും ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊന്നും ഒരു അംബേദ്കറൈറ്റുകൾക്ക് വേണേ തള്ളി പറയാന്നാണ്. യവന്മാർ തള്ളി പറയുന്നില്ല, യവന്മാർ അതിന്റെ അപ്പുറം നല്ല പുള്ളികളാ. തേൻ പൊഴിക്കുന്ന ശബ്ദവും മനോഹരമായ പ്രസംഗങ്ങളും ഒക്കെയാണ്. പക്ഷേ കാളകൂട വിഷം ഇവരുടെ ഉള്ളിലുണ്ട്. ബട്ട് ഇവർ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കും. എതിർത്താൽ നീയൊക്കെ അംബേദ്കറിനെതിരാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ മഹാരഥനായ ഡോക്ടർ അംബേദ്കർ ചിലർ വളരെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യും, പല രീതിയിൽ. അത് കണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതായതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. പലപ്പോഴും ഇതൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും പറയാൻ പറ്റാറില്ല. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ, എല്ലാവരും അല്ല, കുറെ ആൾക്കാർ, അവർ രാജ്യദ്രോഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തിലെ ജനങ്ങളുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനായിട്ട് ദേ ആർ മിസ്യൂസിങ് അംബേദ്കർ. അതൊരു വളരെ വലിയ സത്യമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ആ മഹാരഥനെ സമൂഹത്തിൽ ഒരു പറ്റം ആൾക്കാർ എതിർക്കുന്നു എന്ന് അവർ തന്നെ സ്വയം വരുത്തി തീർത്ത്, എന്നിട്ട് അവർ അംബേദ്കറുടെ ചിത്രം എടുത്ത് ഉയർത്തിക്കൊണ്ട് അവർ ഒമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും വേണ്ടി വാദിക്കുകയും, എന്നാൽ അങ്ങനെ വാദിക്കുന്നവരെ ഒരിക്കലും തള്ളി പറയാതെ അവരെ കൂടെ നിർത്തുകയും, ആസാദ് കാശ്മീർ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും, ഇല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും, ഭാരതത്തെ കഷ്ണങ്ങളാക്കണമെന്ന് മുദ്രാവാക്യം വിളിക്കുകയോ, അല്ലെങ്കിൽ അവരെയൊക്കെ പിന്താങ്ങുകയോ അവരെയൊക്കെ തള്ളി പറയാതിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് തിരികെ അതിനെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അംബേദ്കറിനെതിരാണ്, നിങ്ങളെയാണ് ഞങ്ങൾ അന്വേഷിച്ചു നടന്നത്, നിങ്ങൾക്ക് അംബേദ്കറിനെ ഇഷ്ടമല്ല, കാരണം നിങ്ങൾ ബ്രാഹ്മണിസത്തിനെ അനുകൂലിക്കുന്നവരാണ്, നിങ്ങൾ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, വാഴയ്ക്കാണെന്നൊക്കെ പറഞ്ഞവരിറങ്ങും. ബിവെയർ ഓഫ് ദം. അദ്ദേഹത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും നിഷ്കളങ്കരല്ല. ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരുത്തനും അംബേദ്കറുടെ പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയുള്ളവനല്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും അംബേദ്കറുടെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അക്രമം അഴിച്ചുവിടാൻ കഴിയില്ല. ഇന്ത്യയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു സർക്കാരിനെയും, ഈ രാജ്യത്ത് വിഭാവനം ചെയ്തിട്ടുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു സർക്കാരിനെയും അക്രമത്തിലൂടെ അട്ടിമറിക്കാം എന്നൊക്കെ കരുതുന്ന ഒരുത്തനും അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിക്കാൻ യോഗ്യനല്ല. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും.
അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ 5 കൊല്ലം കൂടെ കാത്തിരിക്കുക, അത്രയേ ഉള്ളൂ. ഏകദേശം 65 വർഷം ഇവിടെ നിങ്ങൾ പറയുന്ന RSSകാർ കാത്തിരുന്നില്ലേ? അത്രയും കഴിഞ്ഞിട്ടല്ലേ അവർ രാജ്യത്ത് നേരിട്ട് ഒരു RSSകാരനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിലോട്ട് എത്തിയത്? അത് കഴിഞ്ഞിട്ടല്ലേ അവരിപ്പോൾ ഈ 10-12 വർഷമായി തുടർച്ചയായിട്ട് ഭരിക്കുന്നത്? അതാ ജനാധിപത്യത്തിലുള്ള വിശ്വാസം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ദ ഗ്രാമർ ഓഫ് അനാർക്കി, അരാജകത്വത്തിന്റെ വ്യാകരണമാണ്. ജയ് ഹിന്ദ്.